ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി. വീണ്ടും വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് ഇന്നു മുതൽ മഴയ്ക്ക് ശമനമുണ്ടാകും. ഇന്ന് ഒരു ജില്ലയിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല. എല്ലാ ജില്ലകളിലും നേരിയതോ ഇടത്തരമോ ആയ മഴയ്ക്ക് മാത്രമാണ് സാധ്യത. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുള്ളതിനാൽ ജാഗ്രത തുടരണമെന്നാണ് നിർദ്ദേശം. സ്വാന്തന സാജുവിന്റെ വിശദാംശങ്ങൾ നൽകാൻ. ഗുഡ് മോർണിംഗ് സ്വാന്തന. ഈ മഴ തിരുവോണം മഴ കൊണ്ടുപോകുന്നൊക്കെ ആയിരുന്നു, എന്തായാലും വലിയ രീതിയിൽ വരച്ചില്ല. ഇന്നിപ്പോ അവിട്ടത്തിലേക്ക് കടന്നപ്പോഴും മഴയില്ല എന്ന് തന്നെ പറയാല്ലേ? ഗുഡ് മോർണിംഗ് ശ്രുതി, ഗുഡ് മോർണിംഗ് ഷിയാസ്. പറഞ്ഞതുപോലെ തന്നെയാണ്, ഇന്നലെ പലയിടങ്ങളിലും മഴ കുറവായിരുന്നു. പക്ഷേ എങ്കിൽ പോലും മഴയിൽ കുതിർന്ന ഒരു ഓണമായിരുന്നു കടന്നുപോയത് എന്ന് തന്നെ പറയേണ്ടതായി വരും. പക്ഷേ ഇന്നു മുതൽ എന്തായാലും ഓണം കഴിഞ്ഞു. ഇന്നു മുതൽ മഴയും കുറയുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നത്. ഇന്നിപ്പോൾ ഒരു ജില്ലയിലും മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല. ഇന്നലേക്ക് ഇപ്പോൾ 10 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു, ഇന്നലെ രാത്രിയൊക്കെ തന്നെ. പക്ഷേ ഇന്നിപ്പോൾ ഒരു ജില്ലയിലും നിലവിൽ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടില്ല. പക്ഷേ എല്ലാ ജില്ലയിലും നേരിയതോ അല്ലെങ്കിൽ ഇടത്തരമോ ആയ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ വകുപ്പ് നിലവിൽ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. മഴ മാറി നിൽക്കുകയാണെങ്കിൽ പോലും ഏതാണ്ട് 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ വിവിധയിടങ്ങളിൽ കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ട് എന്നുകൂടി കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു മുന്നറിയിപ്പായി നിലനിൽക്കുന്നത് കള്ളക്കടൽ ജാഗ്രതാ നിർദ്ദേശം മാത്രമാണ്. അത് 2 ജില്ലകളിലാണ് കള്ളക്കടൽ പ്രതിഭാസത്തിനുള്ള സാധ്യത മുൻനിർത്തി ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഒന്ന് തിരുവനന്തപുരം ജില്ലയിലും മറ്റൊന്ന് കൊല്ലം ജില്ലയിലുമാണ്. നാളെ വരെ ഈ 2 ജില്ലയിലും ഉയർന്ന തിരമാലയ്ക്കും അതുപോലെ തന്നെ കടൽക്ഷോഭത്തിനും കടലാക്രമണത്തിനും ഒക്കെയുള്ള സാധ്യതയുണ്ട് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് വെക്കേഷനാണ്. പല ആളുകളും ഇന്നലെ ഓണമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ബീച്ചിലേക്കൊക്കെ പോയി ഒരു വിനോദസഞ്ചാരത്തിനൊക്കെ പോകാനുള്ള സാധ്യത കൂടിയുണ്ട് പലയിടങ്ങളിലേക്കും. അപ്പോൾ അതുകൂടി മുൻനിർത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലെ തീരദേശ മേഖലകളിലേക്ക് ഉള്ള വിനോദസഞ്ചാര യാത്രകൾ പരമാവധി ഒഴിവാക്കണം എന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കണം. അതുപോലെ തന്നെ തീരദേശത്ത് താമസിക്കുന്ന ആളുകൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ജാഗ്രതയും പ്രത്യേകമായി കൈക്കൊള്ളണം എന്നുള്ള ഒരു അറിയിപ്പ് തന്നെയാണ് നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും മറ്റ് മഴയുമായി ബന്ധപ്പെട്ടുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളൊന്നും തന്നെ നിലവിൽ ഇപ്പോൾ നൽകുകയും ചെയ്തിട്ടില്ല. എന്തായാലും മഴയ്ക്ക് ശമനമാണ് എന്നുള്ളതാണ്. ഇന്ന് ഒരു ജില്ലയിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല. സ്വാന്തന സാജുവാണ് വിശദാംശങ്ങൾ നൽകി.